നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗുണ്ടകൾ രാഷ്ട്രീയ പ്രവർത്തകരെന്ന വ്യാജേന അദ്ദേഹത്തെ വീട്ടിനുള്ളിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന ആശങ്കാജനകമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് പ്രധാനമന്ത്രിയുടെ വീടിന് പുറത്ത് പ്രതിപക്ഷം സമരം ചെയ്യുന്നു എന്നാണ്. രാജ്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി താമസിക്കുന്ന വസതിയുള്ള 7 ലോക കല്യാൺ മാർഗ് ഉപരോധിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ എംപിമാർ. സത്യത്തിൽ ഇത്തരം ഒരു സമരം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന തരത്തിലേക്ക് സമരത്തെ മാറ്റിയിരിക്കുന്നു. രാജ്യത്തെ പ്രധാനമന്ത്രിയെ ബന്ദിയാക്കിയിരിക്കുന്നു. അതും മാത്രമല്ല, ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്ന രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് തൻ്റെ പാർട്ടിയിലെ ആളുകളോട് ആയിരക്കണക്കായി നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഉദ്ദേശം? പ്രധാനമന്ത്രിയെ തടഞ്ഞു വെക്കുക, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആശാസ്യമല്ല. അതുകൂടാതെ രാത്രിയാവുകയാണ്. ആ സമയത്ത് നിങ്ങൾ കൂട്ടത്തോടെ ആയിരക്കണക്കായി നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങൾ ഒഴുകി വരൂ എന്ന് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തതിന് പിന്നിലെ ലക്ഷ്യം എന്താണ്? ഇരുട്ടിന്റെ മറപറ്റി പ്രധാനമന്ത്രിയുടെ വസതി ആക്രമിക്കാനാണോ? ഇത് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതാണ്, ശ്രീലങ്കയിൽ കണ്ടതാണ്, നേപ്പാളിൽ കണ്ടതാണ്. അതുപോലെ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രിയെ തടഞ്ഞു വച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ ഗുണ്ടാ സംഘം ഇന്നു രാത്രി ആ വീട്ടിൽ കയറാനുള്ള പദ്ധതി ഇടുന്നുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട്. പേടിപ്പിക്കാൻ പറയുന്നതല്ല, സ്ഥിതിഗതികൾ അങ്ങനെ പോവുകയാണ്. നോക്കൂ, പാറ്റകൾ എന്ന പേരിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു സമര പ്രഹസനം നടത്തി. അതൊന്നുമെത്താതെ പോയപ്പോൾ ഇന്നലെ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ ആപ്പിന്റെ SP-യുടെ പ്രവർത്തകർ കൂട്ടത്തോടെ വന്ന് ഗുണ്ടകളെ ഇറക്കി സമരം നടത്തി. അതിന്റെ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. പോലീസുകാർക്ക് നേരെ നടന്ന അക്രമം, പൊതുമുതൽ നശിപ്പിച്ച അക്രമം, ഇതൊന്നും ഒരു ചാനലും കാണിച്ചില്ല. ഞങ്ങൾ നിങ്ങളെ കാണിച്ചു. അത്തരം അക്രമ പ്രവർത്തനം നടന്നപ്പോൾ അവരെ പോലീസ് നേരിട്ടു. ഇന്ന് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു, ഇന്ത്യ മുന്നണി ഏറ്റെടുത്തിരിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി സതീശനും കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും അടക്കമുള്ള ആളുകൾ, പാർലമെന്റിലെ എല്ലാ MP-മാരും ചേർന്ന് പാർലമെന്റിൽ NDA ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി നിർണായകമായ ബില്ലുകൾ പാസാക്കുമെന്നിരിക്കെ പാറ്റകളുടെ പേരിലുള്ള ഈ സമരം ഇവർ ഏറ്റെടുത്ത് പാറ്റകളെ രംഗത്തില്ലാതാക്കി മാറ്റിയിരിക്കുന്നു. ഇവർ സമരം ചെയ്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആ വീട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഔദ്യോഗികമായി സുരക്ഷാ കാരണങ്ങളാൽ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ പാർലമെന്റിൽ നിന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി വീട്ടിലുണ്ട്. പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അതുകൂടാതെ നിങ്ങൾ കൂട്ടത്തോടെ ആയിരങ്ങൾ വരൂ എന്ന് ആഹ്വാനം ചെയ്താൽ എന്തും സംഭവിക്കാത്ത സാഹചര്യം. ഇവർക്ക് ആവശ്യം ഒരുപക്ഷെ ഇന്ന് രാത്രി അവിടെ വലിയ കലാപം ഉണ്ടാവണം. മാത്രമല്ല, ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിലൂടെ ചില സന്ദേശങ്ങൾ പ്രചരിക്കുകയാണ്. ഇഫ് യു ആർ വില്ലിംഗ് ടു ഡൈ, യുവർ സാക്രിഫൈസ് വിൽ ബി റിമെമ്പേർഡ്. ഗുഡ് ടു നോ സോ മെനി ആർ വില്ലിംഗ് ടു ഗിവ് ദെയർ ലൈവ്സ്. മെസ്സേജുകൾ പരക്കുകയാണ്. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ അയക്കുന്നു. മറ്റൊരു സന്ദേശം കാണണം. ഇഫ് സമ്മൺ ഈസ് കിൽഡ്, ദ ഗവൺമെന്റ് വിൽ കം അണ്ടർ പ്രഷർ. ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ സർക്കാർ പ്രതിരോധത്തിലാവും. നിങ്ങൾ വരൂ, നിങ്ങൾ മരിക്കാൻ തയ്യാറായി വരൂ. മരിക്കാൻ തയ്യാറായി വന്നാൽ നിങ്ങളുടെ രക്തസാക്ഷിത്വം ഓർമ്മിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. എന്താണ് ഉദ്ദേശം? ഇന്ന് രാത്രി ഈ രാജ്യത്തെ സർക്കാരിനെ അട്ടിമറിക്കണം. രാഹുൽ ഗാന്ധി ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുന്നു, പ്രധാനമന്ത്രി രാജിവെക്കണം, അമിത്ഷാ രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? കേന്ദ്ര സർക്കാർ വീഴണം എന്നാണ്. പ്രധാനമന്ത്രി രാജിവെച്ചാൽ, മുഖ്യമന്ത്രി രാജിവെച്ചാൽ പിന്നെ ആ സർക്കാരില്ല. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം. നീറ്റ് പരീക്ഷ കഴിഞ്ഞു, അതിന്റെ ചോദ്യപേപ്പറിന്റെ ചോർച്ചയാണോ സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണണം. കണ്ടിട്ടില്ലാത്തവർ ഇതിന് തൊട്ട് മുമ്പ് വന്ന വീഡിയോ കാണണം. അങ്ങനെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ആ പരീക്ഷ വീണ്ടും നടന്നു. കുട്ടികൾക്ക് പരാതിയില്ല. പിന്നെ ആർക്കാണ് പരാതി? രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കണം, 1 വർഷത്തിനുള്ളിൽ മോദിയെ വീഴ്ത്തും. പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ ജനങ്ങൾ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ വീഴിക്കാൻ വേണ്ടി എന്തുകൊണ്ട് നേപ്പാൾ പോലെ, എന്തുകൊണ്ട് ശ്രീലങ്ക പോലെ, എന്തുകൊണ്ട് ബംഗ്ലാദേശ് പോലെ സമരം ചെയ്യാൻ ആളുകൾ വരുന്നില്ല എന്ന് ചോദിച്ചു വിലപിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ മര്യാദയുമില്ലാതെ അതിന് നമ്മുടെ മുഖ്യമന്ത്രി പോലും കൂട്ടുനിന്നു. പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലെത്തി അത് വളയുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ട് കഴിവിയില്ല.
രാജ്യത്തെ ബാധിക്കുന്ന ഇതുപോലത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു സമയത്ത് കാലേക്കുട്ടി പാർലമെന്റ് നടക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നു. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു ചർച്ച ചെയ്യാൻ. ഇത് ശരിയല്ല, ഇങ്ങനെ സമരം ചെയ്യരുത്, ഇത് രാജ്യത്തെ കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ്, അതുകൊണ്ട് അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി ജിതേന്ദ്ര സിംഗ് എന്നുള്ള കേന്ദ്രമന്ത്രിയെ പറഞ്ഞയക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു, എനിക്ക് അയാളെ കാണണ്ട, ഞാൻ കാണില്ല, ഞാൻ കുറഞ്ഞ പക്ഷം നരേന്ദ്രമോദിയോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ആരാണ് ഈ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയോട് മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ എന്ന് പറയാൻ? എന്താണ് നരേന്ദ്രമോദിയുടെ മുന്നിൽ നിൽക്കാൻ ഈ പപ്പു എന്ന് ആളുകൾ കളിയാക്കി വിളിക്കുന്ന ആളുടെ രാഷ്ട്രീയ മഹത്വം, രാഷ്ട്രീയ വകതിരിവുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സമരം നടത്തുമോ? ഇന്നലെ ഈ സമരക്കാർ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുമ്പുള്ള വീഡിയോ ഞാൻ കാണിച്ചു. രാജ്യം അഭിമാനത്തോടെ പുറത്തിറക്കിയ ഹൈഡ്രജൻ ട്രെയിൻ വരെ, ലോകത്ത് 5 രാജ്യങ്ങൾക്കേ ഉള്ളൂ ഹൈഡ്രജൻ ടെക്നോളജി ഉപയോഗിച്ച് ഓടുന്ന ട്രെയിൻ. ആ ട്രെയിൻ വരെ ദില്ലിയിലെ റെയിൽവേ സ്റ്റേഷനിൽ കല്ലെറിഞ്ഞ് തകർത്തു. CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു പാർട്ടി ഇവർ തന്നെ ഉണ്ടാക്കിയതാണ്, സോറോസിന്റെ ഫണ്ട് വാങ്ങിച്ചുണ്ടാക്കിയതാണ്. അതുപയോഗിച്ച് ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇവർക്ക് ഇന്ന് രാത്രി ആവശ്യം ഒരു കലാപമാണ്. പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഇവർ ഇരച്ചു കയറിയാൽ പോലീസ് വെടിവെക്കും, സുരക്ഷാ സേന വെടിവെക്കും. നാളെ ഈ ശവങ്ങളുമായി ഇവർ പ്രകടനം നടത്തും. രാഹുൽ ഗാന്ധി രക്തദാഹിയായ ഒരു ഡ്രാക്കുളയെ പോലെ മാറുകയാണ്. അധികാരം കിട്ടാത്തത് കൊണ്ട് വേണ്ടി വന്നാൽ ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി രാജ്യത്തെ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു എന്ന് സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഔദ്യോഗികമായി പ്രധാനമന്ത്രി എവിടെയെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പാർലമെന്റ് വിട്ട് അദ്ദേഹം വീട്ടിലേക്കാണ് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാത്രി ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുവന്നാൽ നാളെ പ്രധാനമന്ത്രിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരും, പാർലമെന്റിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പോൾ എന്താണ് രാഹുൽ ഗാന്ധി ലക്ഷ്യം വെക്കുന്നത്? കേന്ദ്ര സർക്കാർ വീഴണം, മോദിയെ വീഴ്ത്തണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു സമരം നടക്കുന്നു. 17-ാം തീയതി ജൂലൈ 17-നാണ് സതീഷ് ഗോൾച്ചയെ മാറ്റിയിട്ട് അനുരാഗ് താക്കൂർ എന്ന് പറയുന്ന പുതിയൊരു കമ്മീഷണറെ ദില്ലിയിൽ കൊണ്ടുവന്നത്. IB-യിൽ ദീർഘകാലം പ്രവർത്തിച്ച് പരിചയമുള്ള, ഇന്റലിജൻസ് ഗാദറിംഗിൽ വലിയ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള അനുരാഗ് കുമാറിനെ ദില്ലി സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചിട്ട് 4 ദിവസം ആകുന്നുള്ളൂ. 4 ദിവസത്തിനുള്ളിൽ രാജ്യത്തെ നടുക്കുന്ന സംഭവങ്ങൾ ദില്ലിയിൽ ഉണ്ടായിരിക്കുന്നു. പുതിയ കമ്മീഷണർ ധൈര്യമായി പരാജയപ്പെട്ടിരിക്കുന്നു. പാർലമെന്റിലെ MP-മാർ, ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ MP-മാരും പ്രതിപക്ഷ നേതാവും മല്ലികാർജുൻ ഖാർഗെയും 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അടക്കുന്നവർ അങ്ങോട്ട് വന്നത് അറിയാൻ ദില്ലി പോലീസിന് കഴിഞ്ഞില്ല. ഇപ്പോൾ അക്ബർ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്നവരെ എങ്ങനെ ഒഴിപ്പിക്കും? രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്കെതിരെ ബലപ്രയോഗം പോലും നടത്താൻ കഴിയില്ല. എങ്ങനെ ഇവരെ മാറ്റും എന്നത് വലിയ തലവേദനയായി ദില്ലി പോലീസിന് മാറിയിരിക്കുന്നു. മറ്റുള്ളവരെ ഓടിച്ചതുപോലെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും ഒന്നും ലാത്തി ചാർജ് ചെയ്ത് മാറ്റാൻ കഴിയില്ല. അവരവിടെ ഇരുന്നാൽ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ പുതിയൊരു സമരപ്പന്തൽ ഉയർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവർ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ദില്ലിയിലേക്ക് ഇരച്ചെത്തിയാൽ, ഈ സമരത്തിന് മുന്നിൽ പ്രധാനമന്ത്രിയുടെ വീടിരിക്കുന്ന ഹൈ സെക്യൂരിറ്റി ഏരിയയിലാണ് ഈ സമരം നടക്കുന്നത്. ഒരു കാരണവശാലും ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷം ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യമാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ, നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ കുറിച്ച് നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ടായിരിക്കുന്നു. ഇവർ വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയെ കൊല്ലാനും മടിക്കാത്തവരാണ്. അവരുടെ ആവശ്യം അതാണ്. അത്രമേൽ പകയാണ്. പരമ്പരാഗതമായി തനിക്ക് അവകാശപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി പദം തനിക്ക് കിട്ടാത്തതിന് ഈ മനുഷ്യനോട് അടങ്ങാത്ത പകയാണ് രാഹുൽ ഗാന്ധി എന്ന ഈ മനുഷ്യന്. തനിക്ക് മാത്രം, തൻ്റെ കുടുംബത്തിന് വിധിക്കപ്പെട്ടത്, അതിനുശേഷം തൻ്റെ അനന്തരാവകാശികൾക്ക് വിധിക്കപ്പെട്ടതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം. ഡൂൺ സ്കൂളുകളിലൊക്കെ പഠിച്ച മാന്യന്മാരായ വലിയ പാരമ്പര്യമുള്ള, വിദേശ പാരമ്പര്യമുള്ള, ആഢ്യരക്തമുള്ളവർക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദം. അവിടെ ഒരു പിന്നാക്കക്കാരനായ അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് വന്ന ഒരു ചായക്കടക്കാരന്റെ മകൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നത് അസഹിഷ്ണുതയോടെ മാത്രം കാണുന്ന രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾക്ക് ഈ മനുഷ്യനെ കൊല്ലാൻ ഒരു മടിയും ഉണ്ടാവില്ല. തൻ്റെ മുന്നിൽ കിട്ടിയാൽ വേണമെങ്കിൽ രാഹുൽ ഗാന്ധി അത് ചെയ്യും. കാരണം
അത്ര നീചമായ പ്രവൃത്തിയാണ് പ്രിയമുള്ളവരെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ കാണുന്നത്. ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ചാനൽ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലാണ്. മറ്റു ചാനലുകളും ഞാൻ ഓടിച്ചു നോക്കി, ചാനൽ മാറ്റി നോക്കി. എല്ലായിടത്തും വളരെ ആവേശത്തോടെ പറയുകയാണ് രാഹുൽ ഗാന്ധി എന്തോ മഹത്തായ നേട്ടം, രാഹുൽ ഗാന്ധി പുതിയ പോരാട്ടം നടത്തുന്നു. ഇതാണോ പോരാട്ടം? ഇതാണോ ജനാധിപത്യം? ഇതാണോ മാന്യത? ഇത്തരം സമരങ്ങൾ എന്ന് പറഞ്ഞാൽ അക്രമ സമരമാണ്. രാജ്യത്തെ പരമോന്നത പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രിയെ വീട്ടിൽ ബന്ദിയാക്കിയാണ് ഈ സമരം നടക്കുന്നത് എന്ന് മലയാളത്തിലെ ചാനലുകൾക്ക് പറയാൻ മടിയാണ്. കാരണം അവർക്ക് ഹീറോ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. തെമ്മാടിത്തരമാണ് മിസ്റ്റർ രാഹുൽ ഗാന്ധി നിങ്ങൾ കാണിക്കുന്നത് എന്ന് പറയാൻ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല. ഏഷ്യാനെറ്റിന്റെ മൈക്ക് മുന്നിൽ വെച്ച് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ട്, വേറെ മൈക്കൊന്നും ഞാൻ കണ്ടില്ല. ഏതായാലും ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ തുള്ളിച്ചാടുകയാണ്. അവർ ആഗ്രഹിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ വരണം, അവർ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറണം, സുരക്ഷാ സേന വെടിവെക്കണം, പറ്റുമെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിക്കണം. ഇന്ന് രാത്രി ഇരുണ്ട് പുലരുമ്പോൾ ഡൽഹിയിൽ അധികാരമാറ്റം ഉണ്ടാകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും വലിയ സങ്കടമുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുരക്ഷയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ ഇത്തരമൊരു കലാപാഹ്വാനവുമായി രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നു എന്നത് ഒരാൾക്കും അഭിമാനം നൽകുന്നതല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധി 1 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ 1 വർഷം കഷ്ടിച്ച് മോദി ഉണ്ടാവുള്ളൂ എന്ന് രാഹുൽ ഗാന്ധി വീൺവാക്ക് പറഞ്ഞതാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം എന്തോ കണക്ക് കൂട്ടിയിട്ടുണ്ട്, അയാളെന്തോ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ജനാധിപത്യത്തെ മാനിക്കാത്ത, ഗുണ്ടായിസം കാണിക്കുന്ന, അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന, രാജ്യത്തെ എല്ലാ കീഴ്വഴക്കങ്ങളും മര്യാദകളും ലംഘിക്കുന്ന ഒരാളെ അദ്ദേഹം ഒന്ന് വിളിച്ച് ആദരിക്കേണ്ടുന്ന ഒരു കാര്യവും ഒരു വോട്ടറായ, ഒരു പൗരനായ എനിക്കില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഈ ചെയ്യുന്നത് കൃത്യമായ കണക്കുകൂട്ടലോടെയാണ്, അതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അതീവ ഗുരുതരമായ ഭയപ്പെടുത്തുന്ന സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ ആവശ്യമാണ്. ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധിക്ക് അറിയില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വീട്ടിൽ ബന്ദിയാക്കി വെക്കാനാണെങ്കിൽ ഒരു സുരക്ഷാ സേനയുടെയും ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ സുരക്ഷ ഏറ്റെടുക്കാൻ ജനലക്ഷങ്ങൾ ലോക കല്യാൺ മാർഗിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധി മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ അവരുടെ അനുവാദം വാങ്ങേണ്ടി വരും. ജനങ്ങൾ ഇവരെ തെരുവിൽ നേരിടുന്ന കാലം, സമയം വരുമെന്നത് ഇവർ ഓർമ്മിക്കുന്നില്ല. അതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പ്രിയമുള്ളവരെ, വല്ലാത്ത ആശങ്കയുണ്ട്. ഇന്ന് രാത്രി ഈ സമരം എങ്ങനെയൊക്കെ വളരും, എങ്ങനെ മാറും, എന്താണ് ഈ ദുഷ്ട ബുദ്ധികളുടെ ലക്ഷ്യമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങളെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.